സുനിൽ, ഇപ്പോൾ ഈ പ്രസ്താവനയിൽ രാജ്യത്തിന് ഒരു തരത്തിലും കോട്ടവും ഉണ്ടാകുന്ന തരത്തിലല്ല കരാർ എന്ന് വിശദീകരിക്കാനാണോ പീയൂഷ് ഗോയൽ ശ്രമിച്ചത്? അതിൽ കാര്യമായ വിശദാംശങ്ങളുണ്ടോ? കാരണം ഇതിലൊരു സുതാര്യതയില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്യമറിയാതെയുള്ള കരാർ എന്ന് പ്രതിപക്ഷം ആവർത്തിക്കുന്നതിനിടയിലാണ് ഈ പ്രസ്താവന വരുന്നത്. സ്മൃതി, ഏതായാലും കരാറിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ലോക്സഭയിൽ വെച്ചിട്ടില്ല. ഈ കരാർ രാജ്യത്തെ കാർഷിക മേഖലയ്ക്കും ക്ഷീര മേഖലയ്ക്കും ദോഷം ചെയ്യില്ല. ആ മേഖലകളെ സംരക്ഷിച്ച് മാത്രമേ ഈ കരാറുമായി മുന്നോട്ട് പോവുകയുള്ളൂ കേന്ദ്ര സർക്കാർ എന്ന് മാത്രമാണ് പീയൂഷ് ഗോയൽ പറഞ്ഞത്. രാജ്യത്തിന്റെ സമസ്ത മേഖലകൾക്കും ഗുണം നൽകുന്നതാണ് ഈ കരാർ എന്നും അമേരിക്കയിലെ വിപണി പോലെ ഇന്ത്യയിലെ വിപണികളും ഇനി വലിയ തോതിൽ മാറാൻ പോവുകയാണ് എന്നൊക്കെയാണ് പീയൂഷ് ഗോയൽ ചൂണ്ടിക്കാണിച്ചത്. അതേസമയം എന്താണ് ഈ കരാർ, ഈ കരാറിന്റെ ഭാഗമായി എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പാർലമെന്റിൽ ഇന്ന് പീയൂഷ് ഗോയൽ വെച്ചിട്ടില്ല. ഏതായാലും ലോക്സഭയിൽ അല്പം മുമ്പാണ് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഇത് സംബന്ധിച്ച പ്രസ്താവന നടത്തിയത്. ഇന്നലെ പാർലമെന്റിൽ പ്രസ്താവന നടത്തും എന്നായിരുന്നു കേന്ദ്ര വാണിജ്യമന്ത്രി അറിയിച്ചിരുന്നതെങ്കിൽ പോലും ഇന്നലെ പാർലമെന്റിൽ പ്രസ്താവന നടത്തിയില്ല. പകരം ഒരു ഓൺലൈൻ വഴി ഒരു പ്രസ്താവന നടത്തുക മാത്രമാണ് ചെയ്തത്. അത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ച പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ ലോക്സഭയിലെത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഏതായാലും ഈ പ്രസ്താവനയിൽ കരാറിന്റെ വിശദാംശങ്ങളില്ല. പക്ഷേ കരാർ രാജ്യത്തെ കാർഷിക മേഖലയ്ക്കും ക്ഷീരമേഖലയ്ക്കും ഒന്നും ദോഷം ചെയ്യില്ല. ആ മേഖലയെ സംരക്ഷിച്ച് മാത്രമേ ഈ കരാറുമായി മുന്നോട്ട് പോകൂ എന്നാണ് കേന്ദ്ര വാണിജ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. വലിയ പ്രതിഷേധ കാഴ്ചയായിരുന്നു ലോക്സഭയിൽ. ബാനറുമായാണ് ഇന്ന് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധമുയർത്തിയത്. PM കോംപ്രമൈസ് എന്നെഴുതിയിട്ടുള്ള ബാനറാണ് ഉയർത്തി കാണിച്ചത്. പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി കോംപ്രമൈസ് ചെയ്തു, ഡൊണാൾഡ് ട്രംപിന് മുമ്പിൽ പ്രധാനമന്ത്രി രാജ്യത്തെ അടിയറ വെച്ചു എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് പാർലമെന്റിന്റെ ലോക്സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കിയത്, പ്രതിഷേധമുയർത്തിയത്. അങ്ങനെ വലിയ പ്രതിഷേധങ്ങൾക്ക് നടുവിലായിരുന്നു കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ലോക്സഭയിൽ പ്രസ്താവന നടത്തിയത്. ഏതായാലും ബഹളത്തെ തുടർന്ന് ലോക്സഭാ നടപടികൾ ഇപ്പോൾ വീണ്ടും നിർത്തിവച്ചിരിക്കുകയാണ്. സഭാമര്യാദ പ്രതിപക്ഷാംഗങ്ങൾ ലംഘിക്കുന്നു, സഭയുടെ അന്തസ്സ് കളങ്കപ്പെടുത്തുന്നു, ബാനറുകളും മുദ്രാവാക്യം മുഴക്കലുകളുമല്ല സഭയ്ക്കുള്ളിൽ വേണ്ടത് എന്നാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ചൂണ്ടിക്കാണിച്ചത്. അതേസമയം പ്രതിപക്ഷാംഗങ്ങളെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. പ്രതിപക്ഷാംഗങ്ങൾ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസുകൾ സ്പീക്കർ അംഗീകരിച്ചില്ല എന്നൊക്കെയാണ് പ്രതിപക്ഷാംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും ഇന്ന് ഭരണപക്ഷാംഗങ്ങൾക്ക് മുന്നിൽ വരെ നിരന്നായിരുന്നു പ്രതിപക്ഷം പ്രതിഷേധമുയർത്തിയത്. മന്ത്രിമാരൊക്കെ തന്നെ ഇരിക്കുന്ന ഭരണപക്ഷ ഭാഗത്തേക്ക് കടന്നു നിന്നുകൊണ്ട് പ്രതിപക്ഷാംഗങ്ങൾ ബാനർ ഉയർത്തി മുദ്രാവാക്യം മുഴക്കുന്ന കാഴ്ചയായിരുന്നു. ഏതായാലും ഇന്ന് വൈകിട്ട് 4 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ചർച്ചയ്ക്ക് മറുപടി നൽകാൻ പോകുന്നുണ്ട്. തീർച്ചയായും ആ ഒരു പ്രസംഗം തടസ്സപ്പെടുത്തും എന്നുകൂടി ഇപ്പോൾ പ്രതിപക്ഷം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ ലോക്സഭയിൽ അനുവദിക്കാത്ത സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയെ പ്രസംഗിക്കാൻ അനുവദിക്കില്ല എന്നുകൂടി പ്രതിപക്ഷം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പ്രതിഷേധ കാഴ്ചകൾ തന്നെയാണ് ലോക്സഭയിൽ തുടർന്നും ഉണ്ടാകാൻ പോകുന്നത്. സുനിൽ, ഇപ്പോൾ കർഷകരും വലിയ പ്രതിഷേധ സമരത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്തകൾക്കിടെ ഈ കർഷകരുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള കരാറാണ് എന്ന ഒരു ന്യായവാദവും ഇപ്പോൾ ഉയരുന്നുണ്ട്. 4 ലക്ഷം കോടി രൂപയുടെ കയറ്റുമതി 0 തീരുവ പ്രകാരമാകാം. അതായത് ഇന്ത്യയിൽ നിന്നുള്ള കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയുടെ തീരുവ 0 എന്നുള്ള സൂചനകൾ കൂടി. അതിൽ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ സംരക്ഷണം നൽകുമെന്നുള്ള വാർത്ത കൂടി വരുന്നു. അരി, ഗോതമ്പ്, ചോളം, ധാന്യം, ജനിതക വിളകൾ, സോയാബീൻ തുടങ്ങിയവയ്ക്ക് സംരക്ഷണം നൽകുമെന്നുള്ള സൂചന ലഭിക്കുകയാണ്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ പീയൂഷ് ഗോയലിന്റെ പ്രസ്താവനയിലുണ്ടോ? സ്മൃതി, അത് സംബന്ധിച്ച എന്തെങ്കിലും വിവരങ്ങളില്ല. ഈ പീയൂഷ് ഗോയൽ നടത്തിയ പ്രസ്താവനയിൽ ആകെ പറഞ്ഞിട്ടുള്ളത് രാജ്യത്തെ കാർഷിക മേഖലയെ സംരക്ഷിക്കും എന്നതാണ്. അപ്പോൾ കാർഷിക മേഖലയെ സംരക്ഷിക്കും എന്ന് പറയുമ്പോൾ ഏതൊക്കെ വിളകളെ സംരക്ഷിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തതയില്ല. ഏതായാലും വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രതിവർഷം $100 ബില്യൺ ഇറക്കുമതിയാണ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യ നടത്താൻ പോകുന്നത്. അങ്ങനെ 5 വർഷം കൊണ്ടാണ് $500 ബില്യൺ ഇറക്കുമതി നടത്താൻ പോകുന്നത്. നിലവിൽ നമുക്കറിയാം 43 ബില്യൺ ഇറക്കുമതിയാണ് അമേരിക്കയുമായി ഇന്ത്യ നടത്തുന്നത്. വ്യാപാരമാണ് ഇന്ത്യ നടത്തുന്നത്. അതായത് ഒരു വർഷം 43 ബില്യൺ വ്യാപാരം അമേരിക്കയുമായി ഇന്ത്യ നടത്തുന്നു. ഇപ്പോഴത് ഇരട്ടിയായി അല്ലെങ്കിൽ ഇരട്ടിക്ക് മുകളിലേക്ക് വർദ്ധിപ്പിക്കാൻ പോകുന്നു പുതിയ വ്യാപാര കരാറിന്റെ ഭാഗമായി. ഏതായാലും ലഭിക്കുന്ന സൂചന അനുസരിച്ച് ചില
കാർഷിക വിളകൾക്ക് ഇറക്കുമതിക്ക് 0 തീരുവ ഏർപ്പെടുത്തും എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. അതിൽ ധാന്യങ്ങളുണ്ട്, അതുപോലെ തന്നെ പരുത്തിയുണ്ട്, സോയാബീനുണ്ട്, അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. കർഷക ആത്മഹത്യയൊക്കെ തന്നെ തുടരുന്ന മേഖലയാണ്. ഗുജറാത്തിൽ തന്നെ കർഷകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കെയാണ് ഈ ഉൽപ്പന്നങ്ങൾ 0 തീരുവയിൽ വരാൻ പോകുന്നത്. ഇന്ത്യയിൽ നിന്ന് നമുക്കറിയാം അമേരിക്കയിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റി അയച്ചത് നേരത്തെ തന്നെ 0 തീരുവയിലായിരുന്നു. പല ഉൽപ്പന്നങ്ങളും ചെറിയ ശതമാനം നികുതി മാത്രമാണ്, തീരുവ മാത്രമാണ് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. ട്രംപ് വന്ന ശേഷമാണ് പിന്നീട് 25% തീരുവ ചുമത്തിയത്. അത് പിന്നീട് 50% പിന്നീട് 18% അപ്പോൾ പോലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കയറ്റുമതിയിൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ ബാധ്യതയാണ് ഇപ്പോഴത് തുടരുന്നത്. അതിനിടയിലാണ് വ്യാപാര കരാർ കൂടി വരുന്നത്. തീർച്ചയായും ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്ക് സംരക്ഷണമുണ്ട് അക്കാര്യത്തിൽ ഇതുവരെ കൃത്യമായ വിവരങ്ങളില്ല. നമുക്കറിയാം ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ ഭക്ഷ്യ എണ്ണ ഇറക്കുമതി ചെയ്യാൻ പോകുന്നുണ്ട്. അത് 0 തീരുവയിലാണ്. മാത്രമല്ല അസംസ്കൃത ഭക്ഷ്യവസ്തുക്കൾ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്ത്യയിലെ കാർഷിക മേഖലയെ, ഭക്ഷ്യമേഖലയൊക്കെ തന്നെ ബാധിക്കും എന്നത് സംബന്ധിച്ച് ഇതിനകം തന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുമായി ഉണ്ടാക്കിയ ധാരണ എന്താണ്? അക്കാര്യത്തിൽ കൃത്യമായ മറുപടിയില്ല. അമേരിക്കയിലെ കാർഷിക സെക്രട്ടറി അവിടെ നടത്തിയിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് അമേരിക്കയിലെ കാർഷിക രംഗത്തേക്ക് ഇന്ത്യയുടെ നിക്ഷേപം വരാൻ പോകുന്നു എന്നതാണ്. $1.2 ബില്യൺ വ്യാപാരക്കുറവ് ഇന്ത്യയുമായി ഉണ്ട്. അതിപ്പോൾ അവസാനിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് അമേരിക്കയിൽ അവിടുത്തെ കാർഷിക സെക്രട്ടറി പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വലിയ തോതിൽ അമേരിക്കയിലേക്ക് പണം ഒഴുകാൻ പോകുന്നു എന്ന തരത്തിലാണ് അമേരിക്ക തന്നെ ഈ കരാറിനെ വിലയിരുത്തുന്നത്. അപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും സംശയങ്ങളും തീർക്കാനോ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാനോ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് വലിയ പ്രതിഷേധം ഇപ്പോൾ ലോക്സഭയിൽ കണ്ടത്. ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ലോക്സഭ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. ശരി, പി ആർ സുനിലാണ് വിവരങ്ങൾ നൽകിയത്.